ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിസിറ്റ് മൈ ഡ്രീം വേൾഡ്. ഞാൻ നിങ്ങളുടെ ജിഷ. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ പഴയ CD-കളുണ്ട്. പെൻ ഡ്രൈവിൻ്റെയും മൊബൈൽ ഫോണിൻ്റെയൊക്കെ വരവോടെ അതിന് ഒരു പണിയല്ലാതെ ചീത്തയായിട്ട് ഇരിപ്പുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള പഴയ CD-യും കുറച്ച് മുത്തുകളൊക്കെ ഉപയോഗിച്ചിട്ട് അടിപൊളി കിടിലനായിട്ടൊരു സൺ കേച്ചറാണ് നമ്മളിത് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സൺ കേച്ചർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു പഴയ CD എടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്റ്റിക്കർ നമുക്ക് ആവശ്യമില്ല, അത് ഇളക്കി കളയണം. അതിന് ഞാൻ ആദ്യം ഒരു കത്തി ഉപയോഗിച്ച് സൈഡിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു മാസ്കിംഗ് ടേപ്പോ അല്ലെങ്കിൽ സെലോ ടേപ്പോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ച് നല്ല പ്രസ് ചെയ്ത് ഒട്ടിക്കുമ്പോഴത്തേക്കും ആ സ്റ്റിക്കർ മാസ്കിംഗ് ടേപ്പിൽ ഒട്ടിയിട്ട് ഇളകി വരുന്നതായിരിക്കും. അതിനുശേഷം ഇത് ഫുള്ളായിട്ട് ഇതുപോലെ സ്റ്റിക്കർ ഇളക്കി കളയണം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്കൊരു പിക്ചർ ആവശ്യമാണ്. അപ്പോൾ ഞാനത് CD-യുടെ ആ റൗണ്ട് ഷേപ്പിൽ തന്നെ ഒരു പേപ്പറിൽ പിക്ചർ വരച്ചെടുത്തിട്ടുണ്ട്. ആ പിക്ചറിൻ്റെ പുറത്തായിട്ട് നമ്മുടെ CD വച്ച് ഞാനിവിടെ ഗ്ലാസ് ലൈനറാണ് ഉപയോഗിച്ചിട്ടുള്ളത്, മെറ്റാലിക് ബ്രോൺസിൻ്റെ. അതുപയോഗിച്ച് ആ പിക്ചർ പോലെ നമുക്ക് CD-യിലോട്ട് വരഞ്ഞെടുക്കാം. വരച്ച ലൈനിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ഡോട്ട്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഭംഗിക്കായിട്ട്. അപ്പോൾ നമ്മുടെ പിക്ചർ നമ്മുടെ CD-യിലേക്ക് വരച്ചെടുത്ത് കഴിഞ്ഞു. ഇനി അതിലേക്ക് പെയിൻ്റാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഞാൻ ക്യാമലിൻ്റെ ഗ്ലാസ് പെയിൻ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമുക്ക് പെയിൻറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ പിക്ചർ സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഓരോ സെക്ഷനും ഓരോ കളറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാതിരി കൊടുത്താൽ മതി, ഇതേ ഓർഡറിൽ തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല. ഗ്ലാസ് പെയിൻറ്റ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മളത് അധികം പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നല്ല എമൗണ്ടിൽ പെയിൻറ്റ് പുറത്തേക്ക് വരും. അപ്പോൾ അത് ഉണങ്ങാനായിട്ടും വലിയ ബുദ്ധിമുട്ടാണ്. ഉണങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം വൃത്തികേടായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് സൂക്ഷിച്ച് ചെറുതായിട്ട് മാത്രം പ്രസ് ചെയ്ത് കൊടുത്ത് എല്ലായിടത്തോട്ടും പെയിൻ്റ് ആക്കുക. അപ്പോൾ CD-യിൽ ഫുള്ളായിട്ട് നമ്മൾ ഗ്ലാസ് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഡ്രീം കാച്ചറിലേക്ക് പോലെ താഴെ നമുക്ക് മുത്ത് കോർത്തിടണം. അതിനായിട്ട് ആദ്യം ഞാനൊരു തൂവലിൽ നൂല് സെറ്റ് ചെയ്തതിന് ശേഷം അത്യാവശ്യം വലിയൊരു മുത്ത് തന്നെയാണ് കോർത്തെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മുത്തുകൾ അറേഞ്ച് ചെയ്ത് കോർത്തെടുക്കാം. ഞാനിവിടെ ചെറിയ മുത്തുകളും വലിയ മുത്തുകളായിട്ട് കോർത്തെടുത്തിട്ടുണ്ട്. മുത്ത് കോർത്ത ശേഷം CD-യിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ നമ്മുടെ ജ്വല്ലറി മേക്കിങ്ങിന് ഉപയോഗിക്കുന്ന ജംറിങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇതില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നമ്മൾ CD-യിൽ ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തനിയെ ഇടാൻ ഇച്ചിരി കഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ആണി ചൂടാക്കിയിട്ടാണ് ഹോൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജംറിങ് ഇട്ടത്. അപ്പോൾ ജംറിങ് ഇല്ലാത്തവർക്കായിട്ട് പ്രശ്നമൊന്നുമില്ല, നമുക്ക് ആ സൂചി ഉപയോഗിച്ചിട്ട് തന്നെ കോർത്ത് അവിടെ നൂല് കെട്ടിയെടുത്താൽ മതി. ഇതുപോലെ ഒരു 3 സെക്ഷന് ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ 2 CD ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 3 സെക്ഷൻ വേണ്ടി വരും. ഗ്ലാസ് പെയിൻറ്റ് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടിൻ്റെ വീഡിയോയും പിന്നെ ക്രാഫ്റ്റ്സിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കാർട്ടിലും ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ എല്ലാവരും ഒന്ന് ചെന്ന് കാണുക. അപ്പോൾ നമ്മുടെ 3 സെക്ഷൻ മൊത്തം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ CD-യിലോട്ട് കണക്ട് ചെയ്യാം. ജംറിങ് ഓപ്പൺ ചെയ്യാൻ പറ്റും, അത് ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കൊളുത്തി കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സൂചി ഉപയോഗിച്ചിട്ട് അവിടെ നിന്ന് കെട്ടിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പഴയ CD ഉപയോഗിച്ചിട്ടുള്ള സൺ കാച്ചർ റെഡി ആയിട്ടുണ്ട്.
അപ്പം നമ്മുടെ ജനലിൻ്റെ സൈഡിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സൂര്യൻ ഉദിച്ച് വരുന്ന സമയത്ത് ഇതിൻ്റെ ലൈറ്റിങ്ങിൻ്റെ എഫക്റ്റൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ മറക്കാതെ തന്നെ കൂടുതൽ ക്രിയേറ്റീവ് അടിപൊളി വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ മറക്കാതെ തന്നെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.